ചെനാബ് നദിയിലുള്ള സലാൽ ഡാമിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഷട്ടറുകൾ ഇന്ത്യ തുറന്നിട്ടുണ്ട് എന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സലാൽ ഡാമിന്റെ ദൃശ്യങ്ങൾ ആണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രളയ ഭീതിയിൽ ആണെന്നും വിവരങ്ങളുണ്ട്. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് വെള്ളം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 ഷട്ടറുകളാണ് ഇന്ത്യ തുറന്നിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സലാൽ ഡാമിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാകിസ്ഥാനിൽ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും അതുപോലെ കൃഷിയിടങ്ങളിലുമൊക്കെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഈ സലാൽ അണക്കെട്ട് ഇന്ത്യ തുറന്നിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പ്രളയ ഭീതിയാണ് നിൽക്കുന്നത്. എന്തായാലും കനത്ത മഴയെ തുടർന്നാണ് ഈ ഒരു ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇത് തീർച്ചയായിട്ടും അവിടുത്തെ പ്രദേശവാസികളെയും ഒക്കെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. റേസിയിലെ ചെനാബ് നദിയിലെ സലാം ഡാമിന്റെ സലാൽ അണക്കെട്ടിന്റെ നിരവധി 4 അതിൽ കൂടുതൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കാരണം കനത്ത മഴയാണ് ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 5 ദിവസങ്ങളായി തുടർന്നു വരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സലാൽ ഡാമിന്റെ ഈ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ഇത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ബഗ്ലിഹാർ 2 ഡാമുകൾ, ഒന്ന് സലാൽ ഡാമും അതോടൊപ്പം തന്നെ റംബാൻ ജില്ലയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടറുകളും ഇന്ത്യ തുറന്നിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളുമാണ്. അത് സലാൽ ഡാം അണക്കെട്ടാണെങ്കിലും ശരി, ബൽഗർ അണക്കെട്ടാണെങ്കിലും ശരി, പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രളയഭീതിയുടെ മുന്നിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ 2 അണക്കെട്ടുകളും തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കൃത്യമായ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയാണ്. റേസിയിലെ ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെയും അതോടൊപ്പം തന്നെ റംബാൻ ജില്ലയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെയും ഷട്ടറുകളാണ് ഇപ്പോൾ ഇന്ത്യ തുറന്നിരിക്കുന്നത്. കനത്ത മഴയാണ് കഴിഞ്ഞത്. സലാൽ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ഇത് രാവിലെ 7:30 നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അണക്കെട്ടുകൾ തുറന്നിട്ടുള്ളത്. 2 അണക്കെട്ടുകളുടെ വിവിധ ഷട്ടറുകളാണ് ഇപ്പോൾ ഇന്ത്യ തുറന്നിരിക്കുന്നത്. നമുക്കറിയാം പാക് പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകരുടെ പ്രധാന ജലസ്രോതസ് കൂടിയാണ് ഈ ചെനാബ്. നമുക്ക് അനൂപ് ദാസിലേക്ക് കൂടി പോകാം. അനൂപ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു വാർത്താ സമ്മേളനത്തിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഉണ്ടാകും, എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ, ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പിന്നെയും പ്രകോപനങ്ങൾ തുടരുകയുമാണ്. അതെ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുന്നുണ്ട്. ആ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയതിന് പിന്നാലെ തന്നെ പുലർച്ചെ ഈ പൂഞ്ച് മേഖലയിൽ അവർ രൂക്ഷമായ ആക്രമണം നടത്തി. എന്നാൽ അതിനുശേഷം അത് അവസാനിപ്പിക്കാൻ തയ്യാറാവാതെ ഈ നിമിഷം വരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ പ്രകോപനം തുടരുന്നു. അതിൻ്റെ കൂടെയാണ് വ്യോമാക്രമണ ശ്രമങ്ങളും 2 തവണ ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാൻ ഉറപ്പായും ഇന്ത്യയെ ആക്രമിക്കുമെന്ന നിലപാടിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ അടുത്ത നടപടി എന്ത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച ചില സൂചനകൾ, ഉറപ്പായും ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ചെയ്യില്ല. പക്ഷേ ചില സൂചനകൾ ഉണ്ടാവും. ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായി, നമ്മളത് തകർത്തു, അതിനുശേഷം ലാഹോറിൽ നമ്മൾ ആക്രമണം നടത്തി എന്നുള്ള കാര്യം. ഇന്നലെയാണ് ഈ സംഘർഷങ്ങളുടെ പരമ്പരയിൽ അതിരൂക്ഷമായ ആക്രമണം ഇരുഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാന്റെ ആക്രമണം, അത് തടഞ്ഞുള്ള ഇന്ത്യയുടെ പ്രതിരോധം, ഇത് രണ്ടും ഏതാണ്ട് 8 മണിക്കൂറോളം ഈ അണക്കെട്ട് തുറക്കുന്നത്, അണക്കെട്ടിന്റെ സലാൽ അണക്കെട്ടിന്റെയും ബഗ്ലിഹാർ അണക്കെട്ടിന്റെയും ഈ ഷട്ടറുകൾ തുറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഈ സലാൽ അണക്കെട്ടിൽ നിന്ന് ഒരു ഷട്ടർ മാത്രം തുറന്ന് ചെനാബ് നദിയിൽ നിന്നുള്ള വെള്ളം നിയന്ത്രിച്ചിരുന്നു ഇന്ത്യ. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു പ്രളയ ഭീതിയിലേക്ക് വീഴുകയാണ്. ഒരു വാട്ടർ അറ്റാക്ക് കൂടി, ഒരു ജലയുദ്ധം കൂടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വ്യാഖ്യാനിക്കാമോ അനൂപ് ഈ ഘട്ടത്തിൽ?
ജലയുദ്ധം എന്നതിനപ്പുറത്തേക്ക് ജമ്മു കശ്മീർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴുകി എത്തിയിട്ടുണ്ട്. അതുകൂടിയാണ് ഇങ്ങനെ വെള്ളം തുറന്നുവിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഇന്ത്യ സ്വീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നടപടി നമുക്കറിയാം. ഈ പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് വെള്ളം നൽകാതെ, പാകിസ്ഥാന് വെള്ളം നൽകേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള തീരുമാനം. പക്ഷേ വെള്ളം അണക്കെട്ടിൽ കൂടുതലായതുകൊണ്ട് അത് തുറന്നു വിടാതെ വേറെ കാര്യമായ മറ്റൊന്നും ചെയ്യാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഈ വെള്ളം അണക്കെട്ടിൽ കൂടുതലായി സംഭരിച്ചു കഴിഞ്ഞാൽ അണക്കെട്ടിന് ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് അത് നീങ്ങും. അതുകൊണ്ട് തുറന്നു വിടുക മാത്രമേ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഇന്നലെ കുറച്ചധികം ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് പക്ഷേ 3 ഷട്ടറുകൾ മാത്രമാക്കി അത് കുറച്ചിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് 5ലധികം ഷട്ടറുകളാണ് ആദ്യഘട്ടത്തിൽ തുറന്നത്. ഇപ്പോഴത് 3 കുറച്ചിട്ടുണ്ട്. കാരണം അണക്കെട്ടിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഷട്ടറുകൾ തുറക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. കാരണം ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ കൃഷി തുടങ്ങിയിട്ടുള്ളവരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത്തരം വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. ശരി, എന്നാലും ഇപ്പോൾ 10 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനമാണ് 10 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇന്നലെ കൃത്യമായി എങ്ങനെയാണ് പാകിസ്ഥാൻ നമ്മുടെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതെന്ന് ഇന്നലെ ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നു വിദേശകാര്യ മന്ത്രാലയം. അതിന് പിന്നാലെ ഇന്നലെ രാത്രി 8 മണി മുതൽ കടുത്ത പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന് 50ലധികം ഡ്രോണുകൾ, 50ലധികം സ്വാം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് തൊടുത്തുവിട്ടത് പാകിസ്ഥാനിൽ നിന്ന്. പക്ഷേ ആ 50ലധികം ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ, അതായത് കരയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, സർഫേസ് തൊടുന്നതിന് മുൻപ് തന്നെ വെടിവെച്ച് വീഴ്ത്താൻ, നശിപ്പിക്കാൻ, തകർക്കാൻ നമുക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 സുദർശന ചക്ര സംരക്ഷണ കവചമായി ഇന്ത്യക്ക് മുകളിൽ നിൽക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ സംരക്ഷണ കവചമാണ് ഇന്നലെ പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയത്.